സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാലകളും മൗലൂദുകളും റാത്തീബുകളും കുത്തുബിയത്തുകളും പക്ഷിപ്പാട്ടുകളും കപ്പപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും ഇതൊന്നും ഇസ്ലാമല്ല. നോക്കൂ നിങ്ങൾ, ആരാ കുത്തുബിയത്ത് ഉണ്ടാക്കിയത്? തമിഴ്നാട്ടുകാരനായ സദഖത്തുല്ലാഹിൽ കാഹിരിയാണ്. അയാൾ ജനിക്കുന്നത് എപ്പോഴാണ്? ഹിജ്റ 1040 മരിക്കുന്നതോ 1114 ഹിജ്റ 1040 വരെ ജനിച്ചൊറ്റ മുസ്ലിമും കുത്തുബിയത്ത് കണ്ടിട്ടില്ല. കണ്ടോ? എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തുബിയത്ത് കണ്ടിട്ടില്ല, സ്വഹാബത്ത് കണ്ടിട്ടില്ല, താബികൾ കണ്ടിട്ടില്ല, തബഉ താബികൾ കണ്ടിട്ടില്ല. അവരാണ് ഏറ്റവും ഉത്തമർ, അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ, അവരെയാണ് അള്ളാഹു തൃപ്തിപ്പെട്ടത്. അവരുടെ കൂടെ സ്വർഗത്തിൽ പോകാനാ ഞാനും നിങ്ങളും നിർബന്ധമായും 17 തവണ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത്. അവർ കുത്തുബിയത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നമുക്ക് കുത്തുബിയത്ത് ചൊല്ലാൻ അർഹതയുണ്ടോ? നമ്മൾ ചിന്തിക്ക് പ്രിയമുള്ളവരെ, ഏതെങ്കിലും ആളുകളോടുള്ള പ്രത്യേക വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ല. ഈ കുത്തുബിയത്തുണ്ടാക്കിയ മനുഷ്യൻ ജനിക്കുന്നത് ഹിജ്റ 1040 ഈ കുത്തുബിയത്ത് പ്രിയമുള്ളവരെ മുസ്ലിം സമൂഹത്തിലുള്ള 1040 വരെ ജീവിച്ച ഒരാളും കണ്ടിട്ടില്ല. ഏറ്റവും ഉത്തമ തലമുറയിലുള്ള ആളുകൾ ഇത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അതിന് ശേഷം വന്ന 4 ഇമാമുമാർ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാം ഷാഫി റഹിമഹുല്ലാ, ഇവരാരും കുത്തുബിയത്ത് കണ്ടിട്ടില്ല. കണ്ടോ? അപ്പൊ ഇത് ഇസ്ലാമാകോ? ഇത് ഇസ്ലാമാകോ? അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വർഗത്തിന്റെ പാതയിൽ കുത്തുബിയത്തില്ല. അത് മുഹിയുദ്ദീൻ ശൈഖിനെ പറ്റി പിൽക്കാലത്ത് വന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയതാണ്, തമിഴ്നാട്ടുകാരുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മാലയാണ് മുഹിയുദ്ദീൻ മാല. മുഹിയുദ്ദീൻ മാല ഏറ്റവും പഴക്കമുള്ള മാലയാണ്. ആ മാല ഉണ്ടാക്കിയ വ്യക്തി കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടിലെ കാളി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയതാണ്. കണ്ടോ? അതിന് 400 ചില്ലറ വർഷമായിട്ടുള്ളൂ. 400 ചില്ലറ വർഷമായിട്ടുള്ളൂ. അപ്പോ ഈ പറയുന്ന മുഹിയുദ്ദീൻ മാല ലോകത്തുള്ള കഴിഞ്ഞുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത്, സ്വാലിഹീങ്ങളായ ആ സ്വഹാബത്തും താബികളും തബഉ താബി ഇവരാരും കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ പരിശോധനയ്ക്കുള്ള മാനദണ്ഡം. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതാണോ അത്? എങ്കിലേ അത് ഇസ്ലാമാകൂ. ഇനി മൗലൂദോ? നമ്മുടെ നാട്ടിലൊക്കെ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ സബീന കിതാബുകളും മൗലൂദും പലവക ഏടുകളും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മൗലൂദ് കഴിക്കുന്ന ഏർപ്പാടുണ്ടായതെപ്പോഴാ? മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 ശേഷം വന്നതാണ്. കണ്ടോ? ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് വെച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടില്ല, സഹാബത്ത് ചൊല്ലിയിട്ടില്ല, താബികൾ ചൊല്ലിയിട്ടില്ല, തബഉ താബികൾ ചൊല്ലിയിട്ടില്ല, 4 ഇമാമുമാരും മൗലൂദ് ചൊല്ലിയിട്ടില്ല. കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സ്വഹാബത്തിന് പരിചയമുള്ളത്, അവർക്കൊന്നും ഈ മൗലൂദ് പരിചയമില്ല. ഇനി ബുർദ കണ്ടോ? ബൂസിരി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയതാണ് ബുർദ. അയാൾ ജനിക്കുന്നത് ഹിജ്റ 608 മരിക്കുന്നത് ഹിജ്റ 696 കണ്ടോ? അപ്പൊ ഹിജ്റ 608 വരെ ജനിച്ച ഒരാൾക്കും ബുർദ പരിചയമല്ല. അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽ ബുർദയില്ല. ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും സഹോദരങ്ങളെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ പലരും എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. നാരിയ സ്വലാത്ത് ഇതൊക്കെ പറയുമ്പോൾ എന്താ അറിയോ? ഔലിയാക്കളോട് സ്നേഹമല്ലാന്നാ. അല്ല പ്രിയമുള്ളവർ, ഔലിയാക്കളുണ്ട്, കറാമത്തുണ്ട്, അതിലൊന്നും തർക്കല്ല. മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പോലും പറഞ്ഞ എന്താ? അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കൂ എന്നാണ്. അള്ളാഹിനോട് മാത്രമേ ആരാധിക്കാവൂ എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഇജ്അൽ ഖൽബക മസ്ജിദാ, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ പള്ളികളാക്കണം. കമാ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആ ഹൃദയത്തിൽ അല്ലാഹയല്ലാത്ത ഒരാളോട് നിങ്ങൾ ദുആ ചെയ്യരുത്. കണ്ടോ? എന്നിട്ട് പറയാ വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ആയത്തോടാണ് അല്ലാഹനെ മാത്രം ആരാധിക്കണം, കൽബ് പള്ളിയാക്കണം. എന്താ പള്ളിയുടെ പ്രത്യേകത? അല്ലാഹനെ മാത്രം ആരാധിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഹൃദയമാക്കണമെന്ന് പറഞ്ഞ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം ജീവിച്ച് മരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഈ മാലയും കുത്തുബിയത്തൊക്കെ ഉണ്ടാകുന്നത്. അത് നമ്മൾ പഠിക്കണം പ്രിയമുള്ളവരെ. ഈ കുത്തുബിയത്തും മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ ഉണ്ടാക്കിയ മാലയും മൗലൂദൊക്കെ ഉണ്ടാകുന്നത് അദ്ദേഹം ജീവിച്ചു മരിച്ചു കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. ഇതെങ്ങനെ ഇസ്ലാമാകുന്നത്? മുഹിയുദ്ദീൻ ശൈഖ് മഹാനായ വ്യക്തിത്വമാണ്. അദ്ദേഹം പറയാത്ത പലതും അദ്ദേഹത്തിന്റെ പേരിൽ എഴുതിയുണ്ടാക്കി. ഇത് സിറാത്തുൽ മുസ്തഖീമാണോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവിടുത്തെ സുന്നത്തിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടിട്ടുണ്ടോ, ചൊല്ലിയിട്ടുണ്ടോ? സ്വഹാബത്ത് ഇത് കണ്ടിട്ടുണ്ടോ, ചൊല്ലിയിട്ടുണ്ടോ? ഈ മാലകളും മൗലൂദുകളും റാത്തീബുകളും കുത്തുബിയത്തുകളും പക്ഷിപ്പാട്ടുകളും കപ്പപ്പാട്ടുകളും ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടില്ല, കണ്ടിട്ടില്ല.
സ്വഹാബത്ത് കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല. താബികൾ കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല. തബഉ താബികൾ കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല. ഇമാമുമാര് കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല. അത് പിൽക്കാലത്ത് പലരും എഴുതിയുണ്ടാക്കിയതാണ്. എന്നിട്ടതാ ഇത് ദൈവീകമാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ലതത്തബി അന്ന സനമൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ ദിറാഅൻ ബിദിറാ. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അതേ ജൂതനെ എന്റെ സമുദായം പിൻപറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ടോ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ അങ്ങ് പ്രവേശിച്ചാൽ ഒരു വീണ്ടും വിചാരവുമില്ലാതെ അവന്റെ കൂടെ ഉടുമ്പിന്റെ മാളത്തിലേക്ക് എന്റെ സമൂഹം പ്രവേശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതല്ലേ പ്രിയമുള്ളവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പലതും എഴുതിയുണ്ടാക്കിയതുപോലെ ഇതാ മുസ്ലിം സമൂഹത്തിൽ പലരും അവരുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കുകയാണ് പല വക ഏടുകളെ. നാരിയ സ്വലാത്ത് പോലെ സ്വലാത്തുണ്ട്, സംശയമല്ല. സ്വലാത്ത് ചൊല്ലണം, അതിലും സംശയമില്ല. പക്ഷേ സ്വലാത്തിന്റെ പേരിലതാ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പോരിശ നൽകിക്കൊണ്ട് എണ്ണം നിശ്ചയിച്ചുകൊണ്ടതാ പല സ്വലാത്തുകളും ഇസ്ലാമിന്റെ ആദർശത്തിന് ഘടകവിരുദ്ധമായ അർത്ഥം പോലും ആശയങ്ങൾ പോലുമുള്ള പല സ്വലാത്തുകളും എഴുതിയുണ്ടാക്കുകയാണ്. അതാണ് നാരിയ സ്വലാത്ത്, അതാണ് അലമുസ്വലാത്ത്, അതാണ് കഞ്ചുൽ അർശ്. ഇങ്ങനെ പലതും എഴുതിയുണ്ടാക്കുകയാണ്. അതിനെയാണ് സലഫികൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, സ്വലാത്ത് ചൊല്ലണ്ട എന്ന് പറഞ്ഞിട്ടില്ല. സ്വലാത്തുണ്ട്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ. എന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 നന്മകൾ നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിക്കാൻ അവന്റെ 10 ദറജകൾ ഉയർത്തും. പല രൂപത്തിലുള്ള സ്വലാത്തിന്റെ പുണ്യങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഹദീസുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നോക്കൂ, നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷ നൽകുന്നു. മലക്കുകൾ അതാ അല്ലാഹുവിനോട് പ്രവാചകന്റെ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ രക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ ചൊല്ലണേ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. പ്രിയമുള്ളവരെ, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാലോ സ്വലാത്ത് കച്ചവടമില്ല, സ്വലാത്ത് കച്ചവടമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എണ്ണം നിശ്ചയിച്ച്, പുണ്യം നിശ്ചയിച്ച്, ദിവസം നിശ്ചയിച്ച് പ്രത്യേകമായി ഒരു നിലക്ക് സ്വലാത്ത് ചൊല്ലുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. ഇസ്ലാം ചവിട്ടിക്കയറ്റലില്ല. ഇസ്ലാം ആ നിലക്കുള്ള സ്വലാത്ത് ചവിട്ടിക്കയറ്റലില്ല. സ്വലാത്തിനെ ആ നിലക്ക് കച്ചവടവൽക്കരിക്കലില്ല. അതിനെ ഇസ്ലാം എതിർക്കുന്നത്, അതിനെ സലഫികളും എതിർക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ, അവിടുത്തെ സുന്നത്തിൽ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ കൂരിക്കുഴി തങ്ങൾ നടത്തും പോലെ മലപ്പുറത്തെ സ്വലാത്ത് പോലുള്ള സ്വലാത്ത് കാണാൻ കഴിയില്ല. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ 27 കാണാഞ്ഞിട്ടാണോ? റമദാൻ 27 എത്ര കഴിഞ്ഞുപോയി? അവിടുത്തെ ജീവിതകാലത്ത് സഹാബത്തിന് എവിടെയെങ്കിലും മദീനയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇന്ന് റമദാൻ 27 ഖദറിന്റെ രാത്രിയാണ്, അതുകൊണ്ട് സ്വലാത്ത് നടത്തണേ എന്ന് എന്തേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലല്ലോ? പഠിപ്പിച്ചോ? ഇല്ല. അതുകൊണ്ട് ദീനല്ല. ഇങ്ങനെ തുടങ്ങി സുഹൃത്തുക്കളെ ഓരോ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കാണുന്ന ഔലിയാക്കള്, ഇസ്ലാമിൽ ഔലിയാക്കളുണ്ട്, കറാമത്തുമുണ്ട്. ഖുർആൻ പഠിപ്പിച്ചതാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അറിയണം നിങ്ങൾ, അള്ളാന്റെ ഔലിയാക്കളായ ആളുകൾ അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. അവർ ഈമാനുള്ളവരാണ്, അവർ തഖ്വയുള്ളവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ആ ഔലിയാക്കളിൽ ഏറ്റവും ഉന്നതന്മാരാരാണ്? സഹാബത്തല്ലേ. അവരുടെ കബറ് പൊങ്ങിയോ? അവിടെ ജാറം മൂടിയോ? അവിടെ വിളക്ക് കത്തിച്ചോ? അവിടെ തിരി കത്തിച്ചോ? അവിടെ ഉറൂസ് ഉണ്ടായോ? അവിടെ ജാറം ലേലം ചെയ്തോ? നിങ്ങൾ ചിന്തിക്കുക, അവിടെ തവാഫ് ഉണ്ടായിട്ടുണ്ടോ? അവിടെ ചന്ദനക്കുടമുണ്ടായിട്ടുണ്ടോ? അവിടെ ആനവരമുണ്ടായിട്ടുണ്ടോ? അവിടെ പെട്ടിവരമുണ്ടായിട്ടുണ്ടോ? അവരല്ലേ ഒന്നാമത്തെ ഔലിയാക്കൾ, അവരല്ലേ ഒന്നാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് തൃപ്തിപ്പെട്ടു എന്നല്ലേ? അല്ലേ? അതൊന്നും ഉണ്ടായിട്ടില്ല. എന്നാ നമ്മുടെ നാട്ടിലോ? ഒരു പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാട് അത്. വെളിയങ്കോട്ടും മരകാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാനേരൊക്കെ പെറ്റ നാട്. ഊരും പേരും അറിയാത്തവര്, അഡ്രസ് ഇല്ലാത്തവര്, ആരാണെന്നറിയില്ല. വനമ്പത്തുബിയുടെ കറാമത്താണ്. മുട്ടും തലി മാത്രമുള്ള പല മക്ബറകളുണ്ട്, ആള് പോലും ഇല്ലാത്ത മക്ബറകളുണ്ട്.
സഹോദരങ്ങളെ, ഈ നിലക്കുള്ള ഒരു ഔലിയാക്കളെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല. നിസ്കരിക്കാത്ത വലിയ, നോമ്പെടുക്കാത്ത വലിയ, നോമ്പെടുത്തവനെ നോമ്പ് മുറിപ്പിക്കുന്ന വലിയ, അതുപോലെ തന്നെ ഫ്ലൈറ്റ് പിടിച്ചു വെക്കുന്ന വലിയ, ഇങ്ങനെ തുടങ്ങി പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ മഹനീയമായ സ്ഥാനമായ ഔലിയാക്കളെ ഇത്രയധികം സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിച്ച ഒരു പുരോഹിതവർഗം ലോകത്ത് കടന്നുപോയിട്ടില്ല. ഔലിയാക്കളുണ്ട്, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കള്. നിസ്കരിക്കാത്തവർ 40 തടിയാണ് പോലും. മക്കത്താ നിസ്കരിക്കുള്ളൂ, ഇവിടുത്തെ വലിയ നിസ്കരിക്കൂല. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല പ്രിയമുള്ളവരെ. അതിനെയാ സലഫികൾ എതിർക്കുന്നത്. അതുകൊണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. കറാമത്തുമുണ്ട്, അതിലും സംശയമല്ല. പക്ഷേ ആ കറാമത്ത് കച്ചവടം ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഷാഫി മദ്ഹബ് പോലും പറഞ്ഞത് എന്താ? ശറത്തുൽ വിലായത്ത് കിത്മാനുൽ കറാമ. ഒരാൾ വലിയാണെന്നതിന്റെ തെളിവെന്താണ്? കറാമത്ത് മറച്ചു വെക്കലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫികൾ എന്താണ് പറയുന്നത് എന്ന് സലഫികളിൽ നിന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്തവരാണ്, അമ്പിയ ഔലിയാക്കളില്ലാത്തവരാണ്, സ്വലാത്തില്ലാത്തവരാണ്, അതുപോലെ തന്നെ അവർക്ക് പ്രാർത്ഥനയില്ലാത്തവരാണ്, പ്രവാചക സ്നേഹമില്ലാത്തവരാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ധാരാളക്കണക്കിന് തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കുണ്ടായേക്കാം. അത് പല പുരോഹിതന്മാരിൽ നിന്നും ദീന് കേട്ടത് കൊണ്ടാണ്. എന്നാൽ സലഫികൾ എന്താണ് പറയാനുള്ളത്? അവരിൽ നിന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇസ്ലാമിൽ ഉള്ളതിനെ ഉള്ളതായി കൊണ്ടാ പരിചയപ്പെടുത്തുന്നത്. അവിടുന്ന് ഇല്ലാത്തതിനെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനായി ആചരിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ഷാഫി മദ്ഹബ് പോലും പറഞ്ഞത് എന്താണ്? ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ്. ഖബർ കെട്ടിപ്പൊക്കുന്ന രീതി ആരുടെയാണ്? അത് ജൂതന്റെ പണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ്. ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്താ കാരണമെന്നോ? ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ്. അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ, സാധാരണക്കാരുടെ ഖബറല്ല, ഊരും പേരും അറിയാത്ത ഖബറല്ല, അമ്പിയാക്കളുടെ ഖബറുകളെ അവർ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? ആരാന്നറിയണില്ല, മനുഷ്യനുണ്ടോ എന്നറിയുന്നില്ല, മൃഗമാണോ എന്നറിയുന്നില്ല, എന്തിനേയും പ്രിയമുള്ളവരെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഷാഫി മദ്ഹബ് പറഞ്ഞെന്താ? വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ. ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ ഹൈതമി അവിടുത്തെ സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ. ഖബറിന്മേൽ എടുപ്പുകൾ ഉണ്ടാക്കിയത് തട്ടി നിരപ്പാക്കണം, ഖബർ കെട്ടിപ്പൊക്കിയത് തട്ടി നിരപ്പാക്കണം, അതിന്മേൽ കുബ്ബകൾ ഉണ്ടാക്കിയത് തട്ടി നിരപ്പാക്കണം. അത് മസ്ജിദുൽ ഇറാറിനേക്കാൾ അപകടം പിടിച്ചതാണ്. വതജിബു ഇസാലത കുല്ല ഖിന്ദീലിൻ ഔ സിറാജിൻ അലാ ഖബറിൻ ലാ യസിഹു വഖഫഹു വനദറഹു. ഖബറിന്റെ അടുക്കൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിളക്കുകളും തിരികളും നീക്കം ചെയ്യൽ വാജിബാണ്. ദാ ഷാഫി മദ്ഹബ്. അത് വഖഫ് ചെയ്യാനും നേർച്ചയാക്കാനും പാടില്ല. നിങ്ങൾ കേരളത്തിലൂടെ സഞ്ചരിക്ക്. ഷാഫി മദ്ഹബുകാരൻ എന്ന് പറയുന്ന ആളുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ ഖബർ വ്യവസായം, ഖബർ കച്ചവടം. അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ള. ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ നേർവിപരീതമാണ് ഷിയാക്കള ഒന്നാമതായി ഖബർ കെട്ടിപ്പൊക്കിയത്. അല്ല, ഇസ്ലാമിന്റെ പാരമ്പര്യമല്ല. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ലാതെ. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്റെ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു അതേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന നിലപാട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. കാരണം ലോകത്തോട് വിട പറയും നമ്മളെ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വിധേയമാക്കും. അങ്ങനെ നരകത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകും. ആ നരകത്തിൽ വീണുകൊണ്ട് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ കത്തിജ്വലിക്കുന്ന ആ നരകത്തിന്റെ തീയിലിങ്ങനെ വെന്തുരുകുമ്പോ സഹോദരങ്ങളെ, മരിക്കാത്ത ലോകമാണ് അല്ലെ? ഒരു തൊലി കരിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, മറ്റൊരു തൊലിയെ അല്ലാഹു പകരം നൽകുകയാണ്. ഈ രൂപത്തിലല്ല മനുഷ്യരെ നരകത്തിലേക്ക് ഇടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ 2 ഷോൾഡറുകൾക്കിടയിലുള്ള ദൂരം മസീറത്തു സലാസത്തി അയ്യാം, 3 ദിവസം അതിവേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനപ്പുറത്ത് സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമാണ്. ആ നരകത്തിൽ പോകുന്നവന്റെ പല്ല് ഉഹദമലയോളമാണ്. അങ്ങനെ ആ നരകത്തിലിട്ട് ഇങ്ങനെ മറിക്കപ്പെടുമ്പോ ഇവിടുത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടിയും 70 ഇരട്ടിയും ചൂടാണ്. അതിൽ മറിക്കപ്പെടുമ്പോൾ യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വഅതഅനർ റസൂലാ. മനുഷ്യർ പറയും, ആ നരകത്തിലിട്ട് ഇങ്ങനെ മറിക്കപ്പെടുമ്പോ ഞാൻ അല്ലാഹുവിനെ അനുസരിച്ചില്ലല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചില്ലല്ലോ. നരകത്തിൽപ്പെട്ട മനുഷ്യൻ പറയാണ്, എന്നാ ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടി വരുമായിരുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. നരകത്തിൽ ചെന്നിട്ടായി പറയുന്നത് ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചില്ലല്ലോ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ അനുസരിക്കണം, അഥവാ ഖുർആൻ അനുസരിക്കണം, സുന്നത്തനുസരിക്കണം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. അല്ലാത്ത മുഴുവൻ ആളുകളും നരകത്തിലാണ്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയത്. വിസമ്മതിച്ച ആളുകൾ ഒഴികെ എല്ലാവരും സ്വർഗത്തിലാണ്.
സഹാബത്ത് ചോദിച്ചു, നബിയെ ആരാണ് വിസമ്മതിച്ചവർ? മന്നതഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവർ സ്വർഗ്ഗത്തിൽ പോയി. വമൻ അസാനി ഫഖദ് അബാ, എന്നെ ധിക്കരിച്ചവർ, അവർ എന്നെ വിസമ്മതിച്ചവരാണ്. അതാ നരകത്തിൽ പോയി പറയുന്നത്, പടച്ചോനെ ഞങ്ങൾ അള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അള്ളാഹിന്റെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്ന അതഅനാ സാദതനാ വകുബറാഅന, ഞങ്ങളുടെ നാട്ടിലുള്ള പ്രമാണിമാരെ, നേതാക്കന്മാരെ, അവരെയാ ഞങ്ങളെ പിൻപറ്റിയത്. ഫഅളല്ലൂന സബീല, അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു റബ്ബേ, അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു റബ്ബേ. ഞങ്ങൾ ഖുർആൻ സ്വീകരിച്ചില്ല, സുന്നത്ത് ഞങ്ങൾ സ്വീകരിച്ചില്ല. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിഹിം ളിഉഫൈനി മിനൽ അദാബ്, അതാ അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ നൽകണേ റബ്ബേ. വൽഅനഹും ലഅനൻ കബീറാ, ഏറ്റവും വലിയ ശാപം അവർക്ക് നൽകണേ റബ്ബേ. പക്ഷേ പ്രിയമുള്ളവരെ, അവന് രക്ഷയുണ്ടോ? രക്ഷയുണ്ടോ? അവനും നരകത്തിലല്ലേ, ആ നരകത്തിൽ അവൻ വീഴുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കാൻ കഴിയണം. നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി മനുഷ്യരെ കൊണ്ടുവിടുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നുവോ? നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നുവോ? എന്താ മറുപടി? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, വന്നില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നല്ല പറയുന്നത്. അതെ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു, ഞങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിരുന്നു, ഉത്ബോധകന്മാർ ഞങ്ങൾക്ക് വന്നിരുന്നു. ഇങ്ങനെ ഒരു നരകമുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ ആളുകൾ വന്നിരുന്നു. ഇതിലേക്ക് പോകുന്ന തിന്മകൾ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ ആളുകൾ വന്നിരുന്നു. ഫകദ്ദബ്നാ, ഞങ്ങൾ അതിനെ അങ്ങ് കളവാക്കി കളഞ്ഞു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, ഞങ്ങൾ പറഞ്ഞു അല്ലാഹു പുതിയതായി ഒന്നും ഇറക്കിയിട്ടില്ല. ഞങ്ങൾ കണ്ടുവരുന്ന ഒരു ജീവിതന്റെ ഒരു സ്റ്റെപ്പ് പോലും അതൊന്ന് മാറാൻ ഞങ്ങൾ തയ്യാറായില്ല. പ്രിയമുള്ളവരെ, നാളെ നരകത്തിലേക്ക് തള്ളിവിടുമ്പോ മലക്കുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ അറിയാതല്ലോ ഈ നരകത്തിലേക്ക് വരുന്നത്, ഇതറിഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ സഹിക്കാൻ കഴിയാത്ത ചൂടുള്ള ഒരു ലോകമുണ്ട് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ആളുകൾ വന്നില്ലായിരുന്നുവോ? നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി പോകുന്ന മനുഷ്യർ പറയാണ്, ഞങ്ങൾ അറിഞ്ഞിരുന്നു, പക്ഷേ ഞങ്ങൾ കളവാക്കി, സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. അതെ, എന്നിട്ട് അവർ പറയുന്ന ഒരു സംസാരമുണ്ട്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടിരുന്നുവെങ്കിൽ ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുന്ന, സോഷ്യൽ മീഡിയകളിലൂടെ കേൾക്കുന്ന, ആധുനിക സങ്കേതങ്ങളിലൂടെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഉണ്ടാകാം, ഇവിടെ ഉച്ചഭാഷയുടെ പരിധിയിൽ കേൾക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഇതൊരു ഉത്ബോധനമാണ്, നാളത്തെ പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആരോടും ഒരു വിദ്വേഷവുമില്ല. കുറെ ഇല്ലാത്ത കർമ്മങ്ങൾ ചെയ്ത് പരലോകത്തെത്തിപ്പെടുന്ന മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, കുൽ, നബിയെ അവരോട് പറ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാലാ, കർമ്മങ്ങളൊക്കെ പിഴച്ചുപോയ ആളുകളെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഐഹികമായ ജീവിതത്തിൽ അവരുടെ കർമ്മങ്ങളൊക്കെ പിഴച്ചുപോയി. സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് മാല ചൊല്ലിയവർ, സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് മൗലൂദ് ചൊല്ലിയവർ, സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അതേ ഖുതുബിയ്യത്ത് ചൊല്ലിയവർ, സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആര്യ സ്വലാത്ത് ചൊല്ലിയവർ, കഞ്ചുൽ അർശ ചൊല്ലിയവർ, ആളമ സ്വലാത്ത് ചൊല്ലിയവർ, പല നിരക്കുള്ള മിഅ്റാജ് നോമ്പ് പോലുള്ള നോമ്പെടുത്തവർ. സഹോദരങ്ങളെ, സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചാ ചെയ്തത്. പ്രവാചക മാതൃകയില്ല, സഹാബത്തിന് പരിചയമില്ല, ദീനത് പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം എന്ന് പറഞ്ഞ വഹയാണ്, വഹയിന്റെ പിൻബലം അതിനില്ല. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. അതേ, കർമ്മങ്ങളൊക്കെ പിഴച്ചുപോയി. വഹും യഹ്സബൂന, അവർ വിചാരിച്ചു പോയത്, ആ കാര്യങ്ങൾ ചെയ്ത ആളുകൾ വിചാരിച്ചു പോയത്, അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ചെയ്യുന്നത് നന്മയാണ് എന്നാണ്, നന്മയാണെന്ന് വിചാരിച്ചിട്ടാ ചെയ്തത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അവർ ചിന്തിച്ചില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അമിലത്തുൻ അസിബാ തസ്ലാ നാറൻ ഹാമിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവർത്തിച്ച് ക്ഷീണിച്ച ധാരാളം ആളുകൾ വരികയാണ്, ധാരാളം ആളുകളെ. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന ചൂടിലതാ ആ നരകത്തിൽ അവർ എരിക്കപ്പെടുകയാണ്. കുറെ പ്രവർത്തിച്ചിട്ടുണ്ട്, പല നിസ്കാരങ്ങളും നിസ്കരിച്ചു, പല നോമ്പുകളും അവർ നോമ്പായി അവർ ചെയ്തവരാണ്, പല സലാത്തുകളും ചൊല്ലിയവരാണ്, പലതും നന്മയെന്ന് വിചാരിച്ച് ക്ഷീണിച്ച മനുഷ്യരാണ്, ചെയ്തു പോയി. പക്ഷേ പരലോകത്ത് നരകമാണ്. എന്തേ കാരണം? അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, അവർക്കൊന്നും പരിചയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സിറാത്തുൽ മുസ്തഖീമിൽ നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ പഠിപ്പിച്ച കാര്യങ്ങളെ മുറുകെ പിടിക്കണം. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചു പോയ തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, മുറുകെ പിടിച്ചാൽ പിഴച്ചു പോകാത്ത രണ്ട് കാര്യങ്ങൾ ആ നേതാവ് ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അത് അള്ളാന്റെ ഗ്രന്ഥമായ ഖുർആനാണ്. അത് പഠിക്കണേ, അതിന്റെ ആശയങ്ങൾ പഠിക്കണേ, അതിന്റെ അർത്ഥങ്ങൾ പഠിക്കണേ. വസുന്നത്തു റസൂലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, അത് പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. ആ നിലക്ക് ആർക്കാണോ നിലനിൽക്കാൻ കഴിയുന്നത് അവർക്കാണ് സ്വർഗമുള്ളത്. ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക് ആ സ്വർഗമുള്ളത്. ആ മാർഗത്തിലാണോ ഞാനും നിങ്ങളും ഉള്ളത് എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുക. ആ നിലപാട് സ്വീകരിക്കാൻ കഴിയുക. ഇത്തബിൽ ഹഖ് വലൗ കുൻത വഹദക് വഹീന ഇദിൻ അൻതൽ ജമാഅ. കണ്ടോ, സത്യത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്, സത്യത്തെയാണ് പിൻപറ്റേണ്ടത്. കണ്ടോ, വലൗ കുൻത വഹദക്, നീ ഒരാളാണെങ്കിലും ശരി, ചുറ്റുഭാഗമുള്ളവരൊക്കെ സത്യത്തിനെതിരാണെങ്കിലും നീ സത്യത്തെ പിൻപറ്റണം. വഹീന ഇദിൻ അൻതൽ ജമാഅ, അപ്പോൾ നീയാണ് അൽ ജമാഅത്ത് അഥവാ സഹാബത്തിന്റെ പിന്മുറക്കാരൻ എന്നാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ പരലോകം നഷ്ടമാണ്. നരകത്ത് പോയി വിലപിച്ചിട്ട് കാര്യമല്ല. അവിടെ പോയി ഞാൻ റസൂൽ അനുസരിച്ചില്ലല്ലോ, അള്ളാഹ് അനുസരിച്ചില്ലല്ലോ എന്ന് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതിനാ മുൻകൂട്ടി നമുക്കിത് പറഞ്ഞു തരുന്നത്. ഇതൊരു ഉത്ബോധനമാണ്. നാളെ പരലോകം നഷ്ടപ്പെടാൻ പാടില്ല. കത്തിജ്വലിക്കുന്ന നരകം നമുക്ക് സഹിക്കാൻ കഴിയില്ല, പരലോകം നമുക്ക് സഹിക്കാൻ കഴിയില്ല. ജീവിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി കാലമാണ് സഹോദരങ്ങളെ നാളെ പരലോകത്ത് നിൽക്കാനുള്ളത്. ആ പരലോകത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. ഇവിടെ നമ്മുടെ ആയുസ് തന്നെയും ഒരു 100 വർഷം കൂട്ടിയാൽ പരലോകത്ത് ഒരു ദിവസം 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. എത്ര കാലം സഹോദരങ്ങളെ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും? രക്ഷപ്പെടണ്ടേ? നമുക്ക് നരകത്തിൽ രക്ഷപ്പെടണ്ടേ? വിചാരണയിൽ രക്ഷപ്പെടണ്ടേ? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ അത് ദീനായി മുറുകെ പിടിക്കുക. എന്ത് തന്നെ പ്രയാസങ്ങൾ വന്നാലും, കയ്യിൽ തീക്കട്ട പിടിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാലും അത് അടിയുറച്ചു നിൽക്കാൻ കഴിയണം. അവർക്കാണ് സ്വർഗമുള്ളത്. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെയും സംസാരത്തെയും കേൾവിയെയും ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.